നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വൻ വിജയത്തിൽ നാടെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ. നാട്ടിക ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയ്ക്കും പ്രതിഷ്ഠാ ദിനാഘോഷത്തിനും തുടക്കമായി. ആഘോഷമായി സ്കൂളുകളിലെ പ്രവേശനോത്സവം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിവിധയിടങ്ങളിൽ പ്രകടനം നടന്നു. 74,686 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത്. K മുരളീധരൻ മൂന്നാം സ്ഥാനത്തായി. സുരേഷ് ഗോപി 4,12,338 വോട്ടും VS സുനിൽകുമാർ 3,37,652 വോട്ടും K മുരളീധരൻ 3,28,124 വോട്ടും നേടി. നാട്ടിക ഫിഷറീസ് സ്കൂളിനടുത്ത് BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയും ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും കൂടിയായിരുന്നു ആഹ്ലാദ പ്രകടനം. നാട്ടിക ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയ്ക്കും പ്രതിഷ്ഠാ ദിനാഘോഷത്തിനും തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ലക്ഷാർച്ചന, മണ്ഡപത്തിൽ കലശപൂജ, ലക്ഷാർച്ചന, കലശാഭിഷേകം, വൈകിട്ട് ഹരിദ്ര കലശപൂജ, ലക്ഷാർച്ചന, ഹരിദ്ര കലശാഭിഷേകം, ദീപാരാധന, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് NP ആഘോഷ്, സെക്രട്ടറി NK ചന്ദ്രശേഖരൻ, ട്രഷറർ AK സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി NS സുജയ്, KA പുഷ്പാങ്കദൻ എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പ്രവർത്തകർ പരിസ്ഥിതി സംരക്ഷകനും മുൻ കോളേജ് പ്രിൻസിപ്പാളുമായ TR ഹാരിയുടെ വീട് സന്ദർശിച്ചു. സ്വന്തം വീടും പരിസരവും വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ കൊണ്ട് ജൈവ വൈവിധ്യമാക്കി തീർത്ത അദ്ദേഹത്തെ ആദരിച്ചു. പരിസ്ഥിതിയെയും സമൂഹത്തെയും സ്നേഹിച്ച് നന്മയെ സ്വീകരിക്കുകയും തിന്മയെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് വിദ്യാർത്ഥികളിലൂടെയാണെന്ന് TR ഹാരി പറഞ്ഞു. വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ ആയിട്ടുള്ള റംബൂട്ടാൻ, പുലാസൻ, ദുരിയാൻ, ലോങ്ങൻ, മാംഗോസ്റ്റീൻ, അച്ചാച്ചേരു, സ്വീറ്റ് സാന്തോൾ, വിവിധതരം മാവുകൾ, പേരകൾ, ജാതി എന്നിവ കുട്ടികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. തായ്പിങ്ക് പേരത്തൈകൾ ഹാരി മാസ്റ്ററുടെ സഹധർമ്മിണി ബീന ഹാരി കുട്ടികൾക്ക് സമ്മാനമായി നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപിക ഷൈജ എന്നിവർ നേതൃത്വം നൽകി. ശേഷമാണ് ഇതിലേക്ക് തിരിഞ്ഞത്. എൻ്റെ വൈഫാണ് ഇതിൻ്റെയൊക്കെ ചാലകശക്തി എന്ന് പറഞ്ഞത്, ബീന. പക്ഷേ എല്ലാ കൊല്ലം കുട്ടികൾ വരാറുണ്ട് കേട്ടോ. നമ്മുടെ എന്താണ് പറയുക, കാലമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഫിഷറീസിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം കുട്ടികൾ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഇക്കൊല്ലം വന്നത് നിങ്ങളാണ്. അത് പ്രിയപ്പെട്ട ശലഭയ്ക്ക് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. നമ്മുടെ കോളേജിൽ പഠിച്ച കുട്ടി അവരൊക്കെ ഇപ്പോൾ വലിയ സ്ഥാനങ്ങളിലും സ്കൂളിലൊക്കെ എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഈ കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. NSS വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം, അത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് NSS കുട്ടികൾക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിമ്പ്രം തീരദേശ സഹകരണ സംഘം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സംഘം ജീവനക്കാരുടെ മക്കളെയും സംഘം A ക്ലാസ് ഓഹരി ഉടമകളുടെ മക്കളെയുമാണ് അനുമോദിച്ചത്. പ്രൈമറി സഹകരണ സംഘങ്ങളുടെ മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന MA ഹാരിസ് ബാബു അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KTD കിരൺ അധ്യക്ഷനായി. TS മധുസൂദനൻ, PS ഷജിത്ത്, KK ജിനേന്ദ്രബാബു, സിദ്ദിഖ് പുറക്കുളം, നീന എന്നിവർ സംസാരിച്ചു. എനിക്കുള്ളത്
തീരദേശ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ബാങ്കായി സംഘമായി ഉയർന്നു വരികയാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ തീരദേശ പ്രദേശത്തും കേരളത്തിലും ആ പ്രദേശത്തെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടാണ് അവരെല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘങ്ങളെല്ലാം ഇരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് നാട്ടിക ഫർക്കയിലല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക്. വലപ്പാട് സബ് ജില്ലാ മാലിന്യമുക്ത നവകേരളം സ്നേഹാരാമം പദ്ധതി തുടങ്ങി. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷനായി. മാലിന്യം നിറഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കി പൂച്ചെടികൾ നട്ടും ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചും മനോഹരമാക്കിയെടുക്കുക എന്നതാണ് സ്നേഹാരാമം കൊണ്ടുദ്ദേശിക്കുന്നത്. വലപ്പാട് ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്ത് മതിലിനോട് ചേർന്ന് വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയാണ് സ്നേഹാരാമത്തിന് ആരംഭം കുറിച്ചത്. വാർഡ് മെമ്പർ EP അജയ് ഘോഷ്, ബിനോയ് T മോഹൻ, T വിനോദിനി, ശാരിക സജീവൻ, KG സന്തോഷ് കുമാർ, AV സുദർശിനി, TV വിനോദ്, MD ദിനകരൻ എന്നിവർ പ്രസംഗിച്ചു. CPIM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് ജില്ലാ സെക്രട്ടറി MM വർഗീസ് തറക്കല്ലിട്ടു. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിന് സമീപം സുഭാഷ് ചന്ദ്രബോസ് റോഡിനരികെ സ്വന്തമായി വാങ്ങിയ 4 സെന്റ് സ്ഥലത്താണ് ഓഫീസ് നിർമ്മിക്കുന്നത്. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, KS മോഹൻദാസ്, സിബിൻ C ബാബു, ലോക്കൽ സെക്രട്ടറി MV മുകേഷ്, NA പീതാംബരൻ, KA ബഷീർ, TV മദനമോഹനൻ എന്നിവർ സംസാരിച്ചു. ഓഫീസ് മന്ദിരത്തിൻ്റെ അതിൻ്റെ ശിലാസ്ഥാപനം അത് നിർവഹിച്ചതായി ആദ്യം തന്നെ ഞാൻ ആ നിലയിൽ ശിലാസ്ഥാപനം ആ ഒരു ജോലി നിർവഹിക്കൽ മാത്രമല്ല ഈ ചടങ്ങിൻ്റെ ഈ പ്രവർത്തക യോഗത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി നിർവഹിക്കും എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ മറ്റും അധ്യക്ഷനൊന്നും പറഞ്ഞില്ല, എങ്കിലും അറിയിച്ചിട്ടില്ല. ആ ഒരു കടമ കൂടി, അതായത് ഈ പ്രവർത്തക കൺവെൻഷൻ അല്ലെങ്കിൽ ഈ യോഗം അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചായി അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുക. ഈ സന്ദർഭത്തിൽ ഒരു സമയമെടുത്തുകൊണ്ടുള്ള പ്രസംഗം നടത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തളിക്കുളം പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ EA യൂസഫലി അധ്യക്ഷനായി. PS സൈനുദ്ദീൻ, HA ആദം, മജൂദ്, KR പ്രേമ എന്നിവർ സംസാരിച്ചു. വിരമിച്ച അധ്യാപിക ലീന ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കഴിമ്പ്രം VPM SNDP സ്കൂളിൽ പ്രവേശനോത്സവം സംഗീത മധുരത്തോടെ നടത്തി. ഗായിക ജോയ്സ് N സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗായകൻ മനോജ് കമ്മത്ത് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ബീന T രാജൻ, SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, പ്രിൻസിപ്പൽ ജയലക്ഷ്മി, പഞ്ചായത്ത് അംഗം ഷൈൻ നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ഷിഷ്മ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ദേശീയ കരാത്തെ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആർച്ച, ആര്യൻ, കൃഷ്ണാഞ്ജന എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലികാദേവൻ ആദരിച്ചു. അതിഥികളുടെയും രക്ഷിതാക്കളുടെയും ഗാനാലാപനം ചടങ്ങിന് കൊഴുപ്പേകി. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കഴിയുന്നുണ്ട് ആ ഒരു സന്തോഷം. നിങ്ങൾക്ക് ആ പുതിയ കുറച്ച് ഒരു വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരൊക്കെ വീണ്ടും കാണുന്നതിൻ്റെ ഒരു സന്തോഷം, സ്കൂളിലേക്ക് ആ മഴക്കാലത്ത് പുതിയ അംബ്രല, അതുപോലെ പുതിയ ബാഗ്, ബുക്സ് എല്ലാം വാങ്ങിച്ച് ആ ഒരു സന്തോഷത്തോടുകൂടി വരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്,
Tuition for state and CBSE, LP, UP, high school, +2, UG, PG, diploma, all subjects. Montessori pre-primary computer teacher training. College of Fashion Design, Paramedical Academy, Computer Academy, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024. SSLC +2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു.
5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. മുൻ MLA PK അബ്ദുൾ മജീദ് സാഹിബ് ഫൗണ്ടേഷൻ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവാർഡ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം നടത്തി. സ്കൂൾ SMC ചെയർമാൻ മഹേഷ് നായർ, ജനപ്രതിനിധികളായ ബിജോഷ് ആനന്ദൻ, KK സന്തോഷ്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ, പ്രധാനാധ്യാപിക PH ഷെരീഫ്, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം പബ്ലിക് ലൈബ്രറി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. കില ഫാക്കൽറ്റി ഡയറക്ടർ മോഹനൻ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് വയോജന വേദി പ്രസിഡന്റ് AK വാസൻ സ്നേഹോപഹാരം കൈമാറി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ 2ാം സമ്മാനം കരസ്ഥമാക്കിയ സരോജിനി ടീച്ചർക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും കൈമാറി. തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ, തളിക്കുളം വൈസ് പ്രസിഡന്റ് N മദനമോഹനൻ, ജയാനന്ദൻ, ഗീത വിനോദൻ, സജു ഹരിദാസ്, ഷിജ രാമചന്ദ്രൻ, KR വാസൻ, സുഹറ ഗഫൂർ, ബീന വാസൻ, പ്രിയ പത്മരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ആളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളത് അല്ലേ. നമ്മുടെ മേലെ വലിയ പ്രശ്നമുണ്ട്. നമുക്ക് ഈ പൊതു വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ചും ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഇല്ലേ. അതിലൊക്കെ ഒന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. നമുക്ക് ഈ സ്കൂൾ ക്ലാസ് പോലെ തന്നെ നമുക്ക് ദിവസങ്ങളോളം നമ്മൾ ഈ ക്ലാസ്സുകൾ കേട്ട് എല്ലാ മേഖലകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഏത് കോഴ്സിന് നമുക്ക് ചേരാൻ. പള്ളിപ്പുറം GFLP സ്കൂളിൽ പ്രവേശനോത്സവം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്തു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ മല്ലിക ദേവൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ നെടിയിരിപ്പിൽ, അജയ് ഘോഷ്, അനിത കാർത്തികേയൻ, രശ്മി ഷിജോ, CG സുരേഷ്, ഫാത്തിമ സലീം, പ്രധാന അധ്യാപിക സൽമ, PTA പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പഠനോപകരണ വിതരണം, ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 133 അംഗനവാടികളിലെ കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ CR ഷൈൻ, B കല, വസന്ത ദേവലാൽ, ജൂബി പ്രദീപ്, ബഗീഷ് പൂരാടൻ, KB സുധ എന്നിവർ സംസാരിച്ചു. വലപ്പാട് കൂരിത്തറ തിരുപ്പഴഞ്ചേരി റെസിഡൻസ് അസോസിയേഷൻ വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്തു. സുകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് രായമരക്കാർ അധ്യക്ഷനായി. ഷൈൻ മൂത്താപ്പറമ്പിൽ, ഷാനിമ ഷൈൻ, ജെൻസൺ വലപ്പാട്, റിഷീദ് വീരാസൻ, സ്മിത അനിൽകുമാർ, ലവൻ മാസ്റ്റർ, സതീശൻ മൂത്താമ്പറമ്പിൽ, രാമനാഥൻ മൂത്താമ്പറമ്പിൽ, RJ സുബ്ബു, രമേശ് എടക്കാട് എന്നിവർ നേതൃത്വം നൽകി. മണ്ണിലൊക്കെ ഇരുന്നിട്ട് പഠിച്ചത്. ഒരു ബാഗ്, ഒരു കൊട, ഒരു പേന വരെ ഉണ്ടായില്ല. ഒരു സ്റ്റീൽ പാൻ എത്ര നീളത്തിൽ, ഒരു മഷിക്കുപ്പിയും കൈ പിടിച്ച് ക്ലാസ്സിലിരിക്കുക. ഒരു വരി എഴുതുമ്പോഴേക്കും മഷി തീർന്നു. പിന്നെ രണ്ടാമത്തെ മുക്കലുണ്ട്. പണ്ടത്തെ അങ്ങനെ 35 കൊല്ലം വർക്ക് ചെയ്ത് ടീച്ചറായി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം സ്കൂളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷത്തിന് തുടക്കമായി. ഗായകനും ചിത്രകാരനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, പ്രധാനാധ്യാപിക ജയന്തി മേനോൻ, ശശിധരൻ മാസ്റ്റർ, പ്രദീപ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഡ്രമ്മർ കിഡ് ശിവദേവ് മ്യൂസിക് ഫ്യൂഷൻ അവതരിപ്പിച്ചു.
മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. പ്രവേശനോത്സവ പരിപാടികളും ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ശുചിമുറികളുടെ ഉദ്ഘാടനവും ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഷാനി അനിൽകുമാർ അധ്യക്ഷയായി. സിസ്റ്റർ CM വിന്നി, മദർ ഡെയ്സാലെറ്റ്, ഡോക്ടർ ആന്റണി തോപ്പിൽ, ഡിനീഷ് ജോയ്, CG ദേവസി, അനു ജോസ് എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് CGSൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ദാവിദ് വിധേയത്തിൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക വിൻസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് വിശ്വരാജ്, സിസ്റ്റർ ലൈസ കുര്യാക്കോസ്, ഡെൻസി ഡേവിസ് എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് SH ഓഫ് മേരി CLP സ്കൂളിലെ പ്രവേശനോത്സവം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ C ആത്മ CMS അധ്യക്ഷയായി. കണ്ടശങ്കടവ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി ആദ്യാക്ഷരം കുറിച്ചു. അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനവും അവലോകനവും ഹെഡ് മിസ്ട്രസ് C ജാസ്മിൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ OIC ചെയർമാൻ ഷാലി വർഗീസ് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, രശ്മി ടീച്ചർ, PTA പ്രസിഡന്റ് KK കിരൺ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വൻ വിജയത്തിൽ നാടെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ. നാട്ടിക ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയ്ക്കും പ്രതിഷ്ഠാ ദിനാഘോഷത്തിനും തുടക്കമായി. ആഘോഷമായി സ്കൂളുകളിലെ പ്രവേശനോത്സവം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.